എല്ലാവർക്കും സൻഹയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോ ഇനി ഈ ഓണം ആഘോഷിക്കാം സൻഹയോടൊപ്പം. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടൻ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. തിരൂർ ലയൺസ് ക്ലബ്ബ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് സൗജന്യ ഹോർമോൺ മരുന്നുകൾ വിതരണം ചെയ്തു. ക്ലിനിക്കിൽ ആദ്യഘട്ട വൈദ്യപരിശോധനയ്ക്കെത്തിയ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കാണ് മരുന്നുകൾ ലഭ്യമാക്കിയത്. എല്ലാ മാസവും മൂന്നാമത്തെ ബുധനാഴ്ചയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിന്റെ ഭാഗമായി സൗജന്യ പരിശോധന നടത്തുന്നത്. 19-ന് നടക്കുന്ന ക്യാമ്പിലേക്ക് ആവശ്യമായ ഹോർമോൺ മരുന്നുകളും തിരൂർ ലയൺസ് ക്ലബ്ബ് പൂർണ്ണമായും സ്പോൺസർ ചെയ്യും. ചടങ്ങിൽ ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം മോനിഷ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ PK അസ്ലുവിന് നിവേദനം നൽകി. ഭാവിയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആവശ്യമായ ഹോർമോൺ മരുന്നുകൾ ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് PK അസ്ലു അറിയിച്ചു. നമ്മൾ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്ലിനിക്ക് ഇവിടെ കഴിഞ്ഞൊരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അവരുമായി സംയുക്തമായിട്ടാണ് അങ്ങനെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ട മരുന്നുകളുടെ ഒരു വിതരണമാണ്, അതും ലയൺസ് ക്ലബ്ബ് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ മരുന്ന് വിതരണം ചെയ്ത് ഇവിടെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളൊരു സംവിധാനമാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബൊക്കെ കൈകോർത്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇങ്ങനെ പരിപാടി നടത്തിയതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഇതുമായി ഇനിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. വിതരണം ഉണ്ടാവും. ഇനി ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ ആലോചിച്ച് അതിന് വേണ്ട പദ്ധതികൾ വരെ ആവിഷ്കരിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ദീർഘകാലം തുടർച്ചയായി ഉപയോഗിക്കേണ്ട ഹോർമോൺ മരുന്നുകൾക്ക് വിപണിയിൽ വലിയ വിലയുള്ളതിനാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പലർക്കും അവ കൃത്യമായി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മരുന്ന് മുടങ്ങുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന തങ്ങൾക്ക് ലയൺസ് ക്ലബ്ബിന്റെ ഇടപെടൽ വലിയ ആശ്വാസകരമാണെന്ന് ട്രാൻസ്ജെൻഡർ സംഘടന സംസ്ഥാന പ്രസിഡന്റ് നേഹ ചെമ്പകശ്ശേരി പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് വളരെ മാധ്യമശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയ ഒരു വിഷയം തന്നെയായിരുന്നു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബും സംയുക്തമായിട്ടാണ് ഈ ഒരു ക്ലിനിക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ആദ്യ മാസത്തെ മരുന്ന് എന്താണ് ഹോർമോൺ മെഡിസിൻ വിതരണം ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് ക്ലിനിക്കിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്ലു സാറുണ്ട്. അപ്പോൾ അസ്ലു സാറിൻ്റെയും ജില്ലാ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളുടെയും സപ്പോർട്ടുകൾ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും കൂടി ആലോചിച്ചുകൊണ്ട് ഇനി ക്ലിനിക്കിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തും അതുകൂടാതെ തന്നെ സാമൂഹ്യനീതി വകുപ്പും ഏറ്റെടുത്ത് നടത്താമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. കാരണം വളരെയധികം അരികുവൽക്കരിക്കപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, കാരണം ഏറ്റവും അടിയന്തരമായിട്ട് ട്രാൻസ് വിഭാഗത്തിന് ആവശ്യമുള്ള ഒരു ക്ലിനിക്കാണ് നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റ് സേവനങ്ങൾ, ഹോർമോൺ മരുന്നുകൾ, അതുകൂടാതെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഫിസിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനങ്ങൾ, ഇതൊക്കെ ഈ ക്ലിനിക്കിൽ ലഭ്യമാണ്. വരും ദിനങ്ങളിൽ ഇതൊരു ചരിത്രമായിക്കൊണ്ട് തന്നെ മലബാർ ഏരിയയിൽ ലയൺസ് ക്ലബ്ബൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. അത് തുടർന്നും അതുപോലെ ഉണ്ടാകുന്നുള്ള ഒരു വളരെ സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടലും വളരെ വ്യക്തമാക്കി. തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷൈജു ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ PK അസ്ലു മുഖ്യാതിഥിയായി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ ആവശ്യമായ മരുന്നുകൾ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. ലയൺസ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP റഹ്മാൻ, സർവീസ് കോർഡിനേറ്റർ ശുഭ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. സർവീസ് സംഘടനയായ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വൈവിധ്യമുള്ളൊരു സർവീസ് പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ ലയൺസ് ക്ലബ്ബും ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് ലയൺസ് ക്ലബ്ബ് തിരൂരിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ബഷീർ മുല്ലശ്ശേരി, CP ഹസൻ, ഹൈദ്രോസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മെട്രോ ന്യൂസ് തിരൂർ. മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം.